ഒരു സ്പീക്കറിന് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറെ നമ്മൾ പേടി ഒഴിവാക്കണം. ഈ പേടി എങ്ങനെ ആദ്യം ഒഴിവാക്കുക? Okay. Right. ലൈക്ക് മോള് പറയുന്ന പബ്ലിക് സ്പീക്കിംഗ് ഫിയർ ആണോ? യു ഹാവ് ലോട്ട്സ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ഫിയർ. മൈക്ക് പിടിക്കാനാണോ അതോ ഓഡിയൻസിനെ ഫേസ് ചെയ്യുന്ന സമയത്താണോ? മൈക്ക് പിടിക്കാൻ അങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. പക്ഷെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിൽ ഓഡിയൻസിനെ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാലും കുറെ ഓഡിയൻസിനെ കാണുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ ഉള്ളില്. നമ്മൾ പറയാൻ വന്ന കാര്യം പോലും അറിയാണ്ട് വിഴുങ്ങി പോകും. ഓക്കെ, അറിയാണ്ട് വിഴുങ്ങി പോകും. അപ്പൊ മോൾക്ക് ചിലപ്പോ എന്തായിരിക്കും ഉള്ളില്, ഇതിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവോ, അവരത് എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ അവർ എടുക്കും എന്നുള്ള മൈൻഡ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കും. ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും എന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. സോ വെൻ ഐ വാസ് സ്പീക്കിംഗ് ഫോർ ദി ഫസ്റ്റ് ടൈം, നമ്മൾ ആദ്യമൊക്കെ സ്റ്റേജിൽ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴാണ് പബ്ലിക് സ്പീക്കിംഗ് ഇറങ്ങുന്നതെന്ന് അറിയോ? 10th പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടി. അപ്പൊ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയ സമയത്ത് അത് കിട്ടുന്നത് ഫോർ ബീങ് ദി കുറെ ഇൻസ്റ്റഗ്രാം റീൽസ് ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു ഇൻസ്പിറേഷണൽ കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന. പിന്നെ അതിനുശേഷം ഫുൾ സെഷൻസ് വരാൻ തുടങ്ങി, പബ്ലിക് സെഷൻസ് വരാൻ തുടങ്ങി. അപ്പൊ ഈ പബ്ലിക് സെഷൻ വരുന്ന സമയത്ത് ഞാൻ അബ്ബനോട് പറയാം, അബ്ബാ എടുക്കില്ല, എനിക്ക് കഴിയൂല അബ്ബാ ഇത്, കാരണം ഫുൾ പ്രോഗ്രാംസ്. അതാണ് എനിക്ക് 10th റിസൾട്ട് വന്ന ടൈമാണ്. അപ്പൊ ഈ ഫുൾ A+ കിട്ടിയ കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഈ അവാർഡുകൾ കൊടുക്കും. അപ്പൊ ഈ അവാർഡുകൾ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഫാത്തിമ മിൻഹ ടീച്ചർ സ്പീക്ക് എന്ന രീതിയിൽ മിൻഹ അവിടെ ഉണ്ടാവും സംസാരിക്കാൻ. അങ്ങനെ എത്തിയ സമയത്ത് പ്രോഗ്രാമിന് ഫസ്റ്റ് 2-3 പ്രോഗ്രാമിനൊക്കെ പോയ സമയത്ത് ഈ പറഞ്ഞ മരുമോള് പറഞ്ഞു മാറി എനിക്ക് തീരെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല എന്താ പറയേണ്ടി. ഐ വാസ് ഹാവിങ് ദ ബിഗ്ഗസ്റ്റ് ഫിയർ ഇൻ മൈ ഇൻസൈഡ്. ലൈക്ക് എന്ത് പറയും പഠിച്ചോ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശരിയാകുമോ, ഇത് അവരത് എങ്ങനെ എടുക്കും, ഇതിപ്പോ ഓഡിയൻസിലേക്ക് പോകുന്ന സമയത്ത് അവരത് എങ്ങനെ എടുക്കും, അവരെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാരണം എനിക്ക് ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഓഡിയൻസിനായിട്ട്. പിന്നീട് ഞാൻ മനസ്സിലാക്കി ലൈക്ക് ഫിയർ എന്നുള്ള സംഭവം അത് എല്ലാവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മൾ ഒക്കെ ചെയ്യുന്നത് എന്താ വെച്ചാല് നമ്മൾ അതിൽ ഗ്രാജുവലി ബൈ പ്രാക്ടീസ് നമ്മൾ ക്ലിയർ ആക്കി കൊണ്ടുവന്ന ഒരു സംഭവമാണ് ഫിയർ എന്ന് പറയുന്നത്. എവ്രി വൺ ഹാസ് ഫിയർ. സോ ദ വൺ തിങ് ദാറ്റ് ഐ ഡസ് ഇസ് ദാറ്റ് ഞാൻ എന്റെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്തു. ഐ ജസ്റ്റ് ഷിഫ്റ്റ് മൈൻഡ് സെറ്റ്. കാരണം ഫിയർ എന്നുള്ള സംഭവം ഞാൻ അവിടെ നിന്ന് നെക്സ്റ്റ് പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് കഴിഞ്ഞ പ്രോഗ്രാമിന് എന്ത് ഫിയർ ആണോ എനിക്ക് ഉണ്ടായത്, ചിലപ്പോൾ ഓഡിയൻസിനെ സംസാരിക്കുന്ന സമയത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ ഫിയർ ആയിരിക്കും, ഇനി അതല്ല അവരുമായിട്ട് ഞാൻ ഒരു പോയിന്റ് വരുന്ന സമയത്ത് ശരിയാണെന്നുള്ള ഫിയർ ആയിരിക്കും. അങ്ങനെ ഓരോ പ്രോഗ്രാംസ് കഴിയുന്ന സമയത്ത് ഐ took a book and noted down what are my fears. എന്റെ ഫിയേഴ്സ് മെല്ലെ റൈറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അടുത്ത സെഷന് പോകുന്ന സമയത്ത് ഞാൻ അത് റെക്ടിഫൈ ചെയ്യും. ഞാൻ ആ പ്രോബ്ലം എന്ത് ചെയ്യും അവിടെ റെക്ടിഫൈ ചെയ്യും. ഇപ്പൊ മോളാണെന്നുണ്ടെങ്കിൽ മോൾക്ക് എന്താണോ ഫിയർ ഉള്ളത് ആ ഫിയർ മെല്ലെ ഓരോ പ്രോഗ്രാംസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് മെല്ലെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാം. ഒറ്റയടിക്ക് ഞാൻ ഇതെല്ലാം നിർത്തുന്നതല്ല, ഗ്രാജുവലി എന്ത് ചെയ്യുക അത് മെല്ലെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കൊണ്ടുവരാം. സോ യു മേ ഹാവ് എ ഫിയർ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഓഡിയൻസ്. അപ്പൊ എന്ത് ചെയ്യുക, വീട്ടിൽ നിങ്ങളുടെ പാരന്റ്സിനെ വിളിച്ചിരുത്തിയിട്ടോ എല്ലാവരുമായിട്ട് ഇരുന്നിട്ട് സംസാരിച്ചിട്ട് പാരന്റ്സിനോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറയാം, പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫ്രീ മൈൻഡ്. കാരണം നമ്മൾ ഇതുവരെ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഓഡിയൻസിനായിട്ട്. മെല്ലെ ഫാമിലി ആയിട്ട് തുടങ്ങുക. പിന്നെ സ്കൂളുകൾ സെഷൻ എടുക്കുന്നുണ്ടാവുന്ന സമയത്ത് അവിടെ പോയി ഫ്രണ്ട്സിനായിട്ട് ഇരിക്കുക. ഫ്രണ്ട്സിനായിട്ട് ഗ്രൂപ്പ് ഡിസ്കഷനിൽ പോകുമ്പോൾ നിങ്ങൾ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ നിങ്ങളുടെ അടുത്ത് ഉത്തരം പറയും. അപ്പൊ ഇങ്ങനെ ലൈവ് സെഷൻ ആണെങ്കിൽ പോലും ഞാൻ ഇതുവരെ ലൈവ് സെഷൻസ് അങ്ങനെ ചെയ്യാറില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. ബട്ട് സെൻസായി ഞാനിത് ഓരോ കാര്യങ്ങൾ ഓരോ ഡേയ്സിൽ എനിക്കിങ്ങനെ ഓരോ ഇംപ്രൂവ്മെന്റ്സ് ആണ് വരുന്നത്. കാരണം എന്താ, ഐ എം പ്രാക്ടീസിങ് ഇറ്റ്, ഐ എം ഫേസിങ് ഇറ്റ്. നമ്മൾ ഈ പേടിയാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. വി ജസ്റ്റ് വാണ്ട് ടു ഫേസ് ഇറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ മോളുടെ കാര്യത്തിൽ എന്തിലാണോ ഫിയർ ഉള്ളത്, ചിലപ്പോ ചില കുട്ടികൾക്ക് പബ്ലിക് സ്പീക്കിംഗിൽ ഇറങ്ങി സംസാരിക്കുന്ന സമയത്താകും. അപ്പൊ എന്ത് ചെയ്യുക, ഗ്രാജുവലി ഓരോ പ്രോഗ്രാമിന് പോയി ഫാമിലിയിൽ തുടങ്ങി മിററിൽ തുടങ്ങി ഇങ്ങനെ ഗ്രാജുവലി നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ പോവാന്നുള്ളതാണ്. മോളുടെ ഫിയർ എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ബട്ട് സെൻസ് ഐ വിൽ ആൻസറിങ് ദാറ്റ്. താങ്ക് യു വെരി മച്ച് ഫാത്തിമ. എത്ര പേർക്ക് മനസ്സിലായി ഫാത്തിമ മീന പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ക്രിസ്റ്റൽ ക്ലിയർ ടൈപ്പ് ചെയ്യുക, CC ടൈപ്പ് ചെയ്യുക എല്ലാവരും. Those who understood. Okay, very good. What you said was absolutely correct. I'm just going to add a couple of things over and about that. Number one, what is fear? നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. What is fear? Fear എന്ന് പറഞ്ഞാൽ എന്താണ്? What is fear? Anyone? What is fear? I want you to type if you know what is fear. I'm going to give you, okay, പേടി. വെരി ഗുഡ്. ഫിയർ അതന്നെ, ഫിയർ എന്ന് പറഞ്ഞാൽ പേടി ആവുക. ഇനി ഞാൻ ഇംഗ്ലീഷ് ഡെഫിനിഷൻ പറഞ്ഞുതരാം. ഓക്കെ, ഐ വോണ്ട് എവറി വൺ ടു റൈറ്റ്. ഫിയർ ഈസ് എ ഫേക്ക് ഇമോഷൻ അപ്പിയറിംഗ് റിയൽ. വൺസ് അഗെയിൻ എല്ലാവരും എഴുതിയേക്കുക, FEAR, ഫേക്ക്. ഓക്കെ, ഫേക്ക് ഇമോഷൻ അപ്പിയറിംഗ് റിയൽ. അതിനാണ്, അതായത് നമ്മൾ തന്നെ ഒരു ഇമോഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. അവരെന്ത് വിചാരിക്കും, എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റുമോ, എല്ലാം നമ്മൾ പവർ പോയിന്റ് വർക്ക് ചെയ്തിട്ടില്ല എന്താവും, എൻ്റെ ഷർട്ടൊക്കെ നന്നായി നോക്കൂ, ആം ഐ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. ഈ പേടികൾ ഒരുപാടുണ്ടാവും.
ഒരു പേടി ചിലപ്പോൾ ഉണ്ടാവും, ഇന്നെക്കാളും കൂടുതൽ പഠിച്ച ആൾക്കാർ വന്നിരിക്കുകയാണ് എന്ത് പറ്റും എന്നുള്ളത്. എത്ര പേർക്ക് ആ പേടിയുണ്ട്? ഇന്നെക്കാളും അറിവുള്ള ആൾക്കാരാണ് എൻ്റെ സ്റ്റുഡൻസ് എങ്കിൽ ഞാൻ എങ്ങനെ അവർ മുമ്പിൽ പറയും? ഇന്ന് എൻ്റെ പ്രിൻസിപ്പാളാണല്ലോ വരാൻ പോകുന്നത്, പ്രിൻസിപ്പാൾ മുമ്പിൽ ഞാൻ എങ്ങനെ പറയും? ഇന്ന് എൻ്റെ ബോസാണല്ലോ മീറ്റിങ്ങിൽ, ബോസ് മുമ്പിൽ എങ്ങനെ പറയും? ഇവർ അറിവ് കൂടുതലുള്ള പ്രൊഫസേഴ്സ് ആണല്ലോ, എങ്ങനെ ഞാൻ പറയും? സോ യു വിൽ ഹാവ് ദ സോർട്ട് ഓഫ് ഫിയർ. അങ്ങനെ ഉണ്ടാവും. ചില ഫിയർ എന്താ വെച്ചാൽ ആൾക്കാർ പകുതി വെച്ച് ഇന്നേറ്റ് പോയാൽ എന്താ ചെയ്യുക, അതാണ് സെക്കൻഡ് ഫിയർ. മൂന്നാമത്തെ ഫിയർ, വാട്ട് ഹാപ്പൻസ്, ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പായി പോയി കഴിഞ്ഞാൽ ഇഫ് ഐ ആം റണ്ണിങ് ഔട്ട് ഓഫ് വേർഡ്സ്, എന്താ പറ്റുക? അങ്ങനെ ഒരുപാട് ഫിയർ ഉണ്ട്. ഇപ്പോൾ ഫാത്തിമ പറഞ്ഞ പോലെ ഒരുപാട് ഫിയർ ഉണ്ട്. ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ഫിയറിൻ്റെ ആവശ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ചിലർക്ക് ഈ ഫിയർ ഉണ്ടാവാനുള്ള കാരണം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഫിയർ അല്ലേ? യെസ് ആണോ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും, നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ള ഒരു ഫിയർ അല്ല എല്ലാവർക്കുള്ള, മിക്കവാറും എല്ലാവർക്കുള്ള. യെസ്, ഇഫ് ഇറ്റ്സ് യെസ് ജസ്റ്റ് ടൈപ്പ് യെസ്. മറ്റുള്ളവർ എന്താ വിചാരിക്കുക, ഞാൻ നല്ലൊരു പ്രസൻറ്റർ അല്ല, ഞാനൊരു നല്ലൊരു സ്പീക്കർ അല്ല എന്നുള്ളൊരു വിചാരം മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നല്ലേ. അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, ഓക്കെ, എത്ര പേര്? 117 പേര് ഇപ്പം ഉണ്ട് ഇവിടെ. ഈ 117 പേര് ഞങ്ങളെ കളിയാക്കാൻ വന്നതാണോ? യെസ് എന്നോ? യെസ് എന്നോ? ഈ 117 പേര് ഇവിടെ ഞങ്ങളെ കളിയാക്കാൻ വന്നതാണോ? ഞങ്ങൾ ജഡ്ജ് ചെയ്യാൻ വന്നതാണോ? ഞങ്ങൾ മിസ്റ്റേക്സ് കണ്ടുപിടിക്കാനാണോ? ഈ രണ്ട് ചങ്ങായിമാർ ഏതാണ് എവിടെ നിന്നേറ്റ് വന്നെന്ന് പറയാനാണോ? അല്ലല്ലോ. You have come to learn something. So understand, when you go for a speech, each and every individual who is there, they are there to listen to you, to learn from you, to grow from you. So you are the leader. You are the leader. When you stand on in front of the stage, when you stand on the stage in front of the public, understand that whether it is your principal, the CEO of the company, whoever they are, you are the leader. How many of you agree? Say L. It doesn't matter who is sitting in front of you. നിങ്ങൾ മുമ്പിൽ ആരാണ് ഇരിക്കുന്നത് നോക്കേണ്ട ആവശ്യമില്ല. Each and every individual is there to learn from you, to grow from you. So you have to act as a leader. You have to speak as a leader. You have to attract them as a leader. And you have to take them to the end point, which you have already decided. Only then you are a speaker. And if you are a speaker, you can also become a good leader. How many of you agree to that? Say agree in the type A in the type A. So you don't have to be scared of anything. You don't have to be. ക്ലിയർ ആയോ മോളെ? ചോദ്യം ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആണ്. എത്ര? 0 to 10. 0 to 10. Tell me how much. 10. Good. Next question, please. 10. Next question.